എന്തൊരു വെയിലാ ഉസ്താദല്ലേ? വെയിലില്ല. വേനൽക്കാലത്ത് പിന്നെ വെയിലല്ലാണ്ട് പിന്നെന്താ ഉണ്ടാവുക? വെയിലുണ്ടാവുമ്പോഴേ മഴ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്തുള്ളൂ. അല്ല എന്താ സംഭവിച്ചാലേ ഇന്നലെ ഞാൻ രാത്രി കാരണം പറ്റേ നമുക്ക് വെയിലായിട്ട് നോക്കിയാ പോരെ. അതൊന്നും പറ്റൂല. നോമ്പല്ലേ ഉസ്താദ്? ഇനി വരാം 5-6 പേരും കൂടി അല്ലേ ഉള്ളൂ. എന്താ എന്റെ കൊയാമ ഒന്നും ഉണ്ടായിരിക്കും. 5-6 പേരും കൂടി കഴിഞ്ഞാൽ ഇന്നലെ മഴ പെയ്ത കാരണമാണ് ഇന്ന് ഇത്ര ചൂട് രാത്രി. 27ാമത്തെ വീടായിപ്പോ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. കുന്തളം മാറ്റിച്ചാ ഒന്ന് മടക്കി വെക്കിന്റെ കൊയാമോ. സുലൈമാനെ, ഞങ്ങള് മഹല്ലത്തെ 1-2 കാര്യങ്ങൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാ വന്നുള്ളത്. ഉസ്താദ് പറഞ്ഞു കൊടുക്കി. കൊയാമോ ഉസ്താദ് പറഞ്ഞു കൊടുത്തോളി. എന്താ പറഞ്ഞിട്ട് എന്തിനാ പറയണത്? എന്റെ സുലൈമാനെ, അനക്കറിയില്ലേ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? ഇജ്ജ് നോമ്പോ നോക്കൂല, വേണ്ട നോക്കണ്ട. എന്നാ ഇന്ന് വെള്ളിയാഴ്ച എന്നുള്ളൊരു ബഹുമാനം വെച്ചിട്ടെങ്കിലും. വെള്ളിയാഴ്ച ഒക്കെ തന്നെയാണ് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്. ഇത് പോകുന്നുണ്ട്. എന്തിനാ അങ്ങനെ? പള്ളി വെച്ച് എത്ര കാലം പള്ളിക്ക് കടന്നിട്ട്? ഞാൻ ഇപ്പൊ മിഞ്ഞാന്നും കൂടി പോയിട്ടുള്ളൂ പള്ളിക്ക്. മൂത്രയൊക്കെ വന്നല്ലേ, തിരിച്ചു പോന്നില്ലേ? അല്ല സുലൈമാനെ, ഈ റമദാനായിട്ടെങ്കിലും ഈ വെള്ളടി ഒന്നും നിർത്തിക്കൂടാ. വെള്ളം അടിക്കാതൊക്കെ പറ്റില്ല, വെള്ളം വേണം. എടോ നമുക്ക് അതിന് എന്തേലും ഡി അഡിക്ഷൻ സെന്റർ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്ക് അത് മാറ്റാലോ. ശരി സുലൈമാനെ, ഈ മഹല്ല് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ പോവാണ്. ഇതിന്റെ മുന്നേ നിങ്ങള് കുറെ തീരുമാനങ്ങൾ എടുത്തല്ലോ, അതൊക്കെ നടപ്പാക്കി ഞങ്ങള്. ഇതാണ് ഈ ചങ്ങാട് പറഞ്ഞിട്ട് കാര്യം. ഇയാള് ഒന്ന് പറയുമ്പോ രണ്ടെണ്ണം ഇങ്ങോട്ട് പറയുന്നു. ഞാൻ പറഞ്ഞ പോയിട്ട് കാര്യം. മഹലെടുത്ത എല്ലാ കാര്യങ്ങളും തീരുമാനം, ഞാൻ സെക്രട്ടറി ആയതിന്റെ ശേഷം എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കി. ഞാൻ ഇതുവരെ എന്റെ ഉള്ളിലേക്കൊന്നും വന്നിട്ടില്ല, തീരുമാനിച്ചു ആരും വന്നിട്ടില്ല. എന്നാ സുലൈമാനെ അന്വേഷിച്ച് കണക്കൂട്ടിക്കോ. ഈ വക കളിയൊന്നും ഈ മഹലിൽ നടക്കൂല. ലഹരി ലഹള അതൊന്നും ഇവിടെ നടക്കൂല. വളരെ മാന്യമായിട്ട് നിന്നില്ലെങ്കിൽ എന്റെ മഹലിന്ന് ഒരറിയിപ്പില്ലാതെ പുറത്താക്കും. അത് മാത്രല്ല, ഇനി എന്തെങ്കിലും വിഷയത്തിൽ മഹല് അതോട് കത്ത് പോലും മഹലിന്ന് കിട്ടൂല. മരിച്ചാൽ ഞാൻ കൊണ്ടുവരാനുള്ള പൂജ അതും വേണ്ട. ഇതിലൊക്കെ ഞാൻ കെട്ടിച്ചോളി പോയിക്കോളും. നിങ്ങൾക്ക് പിന്നെ സുലൈമാൻ ഒരു കാര്യം പറഞ്ഞുതരാം. മഹലിന്റെ തീരുമാനം എന്താ വെച്ചാല് ലഹരിക്കെതിരെയാണ്. അപ്പൊ ലഹരി ഉപയോഗിക്കുന്നത് ആരായാലും ചെറിയ കുട്ടികൾ, അവരെയൊക്കെ ബോധവൽക്കരിക്കാനാണ് ഞങ്ങളിപ്പോ ഇറങ്ങിയിട്ടുള്ളത്. ഇത് നമ്മൾ മാത്രം തീരുമാനമല്ല, മൊത്തമുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതല്ലേ. മഹൽ കമ്മിറ്റിയുടെ തീരുമാനമാണ്. ലഹരി ഉപയോഗിക്കണവരെ മഹലുമായിട്ട് ബന്ധപ്പെടുത്തില്ല. ആ തീരുമാനം കഴിഞ്ഞതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെ ബോധമില്ലാത്ത ഒരാൾ നമ്മളെ മഹലിൽ വേണ്ട. നല്ല ബോധത്തോടുള്ള മനുഷ്യന്മാര്. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റൂല. ഇപ്പൊ നല്ല നിരക്കൊക്കെ പറയാ. അത് ശരി, ഇതൊക്കെ എന്റെ ഉള്ളിലിരിപ്പല്ലേ. ഇവരെ ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കേസാ. ഈ ലഹരി ഉപയോഗിക്കണവരുടെ വീട്ടിൽ നിന്ന് ഒരു കല്യാണത്തിനോ മരണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ രീതിയില് കളക്ടർ വന്നിങ്ങനെ ഇവിടെ നിയമം നടപ്പാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരാവണം. എന്തിനു വേണ്ടി നമ്മളെ നാട് നേരാവാനാ നിയമം പാസ്സാക്കുന്നത്. സുലൈമാനെ, എന്നാ ഒരു കാര്യം കേട്ടോ, മരിച്ച എന്റെ മജ്ജത്ത് പോലിച്ച് പള്ളി കണ്ടിക്കണ്ട. ഞാൻ ചത്ത എന്റെ ശരീരം വളർന്ന് ചീഞ്ഞ് നാറിക്കോളും. കൊറേ നാറ്റടിച്ച ആട്ടേരെടുത്ത് കുഴിച്ചിട്ടോളൂ. അത് വെച്ചോക്ക്. എന്തിനാതൊക്കെ പറഞ്ഞു. നല്ല വന്ന ഇതൊരു പാടാ, പഠിച്ചോ. അടിക്കാതൊക്കെ ശരിയാവില്ല. നന്നാക്കാൻ നടക്കുന്ന ആൾക്കാര് ഒരു 200 പെണ്ണ അടിക്കാ. റമദാൻ മാസമാണ് ഇരുന്ന് കള്ളു കുടിച്ചിട്ട് പെരടമെന്ന് വെള്ളിയാഴ്ച ഇതൊക്കെ ആയിട്ട് ഓൻ പഠിച്ചിട്ടില്ല. നന്നാവുള്ളവർ നന്നാവുള്ളൂ. പൊന്നാരസ്ഥ ഓൻ പഠിക്കൂല. അല്ല നമ്മളെ മഹല്ലല്ലേ, നമ്മുടെ മഹലാണ്. ചിലപ്പോ വാടകയാണല്ലേ. ഇനിയിപ്പോ എന്തായി, സുലൈമാന്റെ വീട്ടിലേക്ക് പോയാൽ ഓന്റെ റിസൾട്ട് മോശം ഞങ്ങളോട് അപ്പോഴേ പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞ് നന്നാക്കി വെക്കാന്ന്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.
പഠിച്ചോനെ. ഞങ്ങളിപ്പോഴേ മഹലിന്റെ ചില തീരുമാനങ്ങളുണ്ട്. നമ്മളെ മാത്രല്ല ഈ പരിസരത്ത് പല മഹലുകളും എടുത്തിട്ടുള്ള ഒരു തീരുമാനങ്ങളാണ്. അപ്പൊ അത് ലഹരിക്കെതിരെ നമ്മളെ വീട്ടിലെ കുട്ടികൾ ഒക്കെ ഇപ്പൊ ലഹരിയാണല്ലോ കുട്ടികൾക്ക് കൂടുതൽ വേണ്ടത്. അപ്പൊ ഇന്നലത്തെ കാര്യം ഞങ്ങൾ അറിഞ്ഞ് ഞാനടക്കമുള്ള ആൾക്കാർ പോയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ ചെക്കനെ ഇറക്കി കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങളെ കുട്ടി 16 വയസ്സല്ലേ? ഷാജഹാൻ. അപ്പൊ എവിടേക്കാ പോയി ഇപ്പൊ കുട്ടി? സ്കൂളിൽ പോയാ? പരീക്ഷ ഉണ്ട് ഇന്ന്. എന്താ ചെയ്യാ? കുട്ടികളൊക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു തലമുറയുടെ ഒരു അവസ്ഥ വല്ലാത്ത ഭീകരതയായിരിക്കും. അപ്പൊ എന്തായാലും പറയാ ഞങ്ങൾ ഇടപെട്ട കാരണമാണ്. അപ്പൊ ഞാന് എന്റെ മോനെ നന്നാക്കി പറയല്ല, പക്ഷെ ഓൻ ഇന്നലെ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓനതിലേക്ക് പെടുത്തിക്കാണെന്നാ ഓൻ പറഞ്ഞത്. ഓൻ്റെ 2-3 കൂട്ടാളികളുണ്ട്, സ്കൂളിൽ പഠിക്കണവർ തന്നെയാണ്. ഓല് ഇത് സ്കൂളിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തതെന്നാ പറഞ്ഞത്. കുട്ടികളെ സ്കൂളിന്റെ ഉള്ളിൽ നിന്നല്ല, പുറത്ത് കുട്ടികളെ തമ്പടിച്ചിരിക്കുമ്പോഴേ. എത്ര കൊലപാതകം നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകനിലും ഒക്കെ കൂടി ശക്തമായ തീരുമാനം കൈക്കൊണ്ടിരിക്കണം. എന്താണ്? ഇനിയിപ്പോ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു മനസ്സിലാക്കുക. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അതിനുള്ള പാഠം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ വീട്ടിൽ നിന്ന് പറഞ്ഞു മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീടുമായിട്ട് മഹലിങ്ങി സഹകരിക്കില്ല. ഇത് സെക്രട്ടറിയുടെ ഇന്റെ തീരുമാനമല്ല, നമ്മുടെ നാടിന്റെ ഒരു തീരുമാനം. അങ്ങനെ കൂട്ടണം. അതെ. അപ്പൊ ഒരു കല്യാണം ആയാലും മരണമായാലും എന്തൊരു കാര്യമാണെങ്കിലും മഹല് കമ്മിറ്റി യാതൊരു കാരണവശാലും ആ വീടുമായി തന്നെ സഹകരിക്കില്ല. നല്ല കാര്യം തന്നെയാണ്. അതാവുമ്പോ കുട്ടികള് കുടുംബത്തിനും കൂടി കുട്ടികളൊരു നോട്ടം ഉണ്ടാവുമല്ലോ. എവിടക്കാ പോയി, എന്താ പോയി എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അതെ, കൂട്ടാളര് കൊണ്ടുവന്നിട്ട് കൊടുത്ത് അങ്ങനെ പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തടി തപ്പിയിട്ട് കാര്യമില്ല. നമ്മളെ കുട്ടികളെ നമ്മൾ തന്നെ നോക്കണം. അല്ല, കഴിഞ്ഞ ദിവസം പള്ളിക്കം മജിസ്നൂറിലൊക്കെ പറഞ്ഞിരുന്നത് ഞാൻ 2 വയലിൽ ഞാൻ പറഞ്ഞില്ലേ, 2 വയലിൽ ഞാൻ പറഞ്ഞതാ. അപകടമാണ് വരുന്നത്. അത് നമുക്കറിയാലോ. ഇപ്പൊ നമ്മൾ കോവിഡ് ആണെങ്കിലും പ്രളയമാണെങ്കിലും ചൂരൽമല ദുരന്താണ് ഒക്കെ നമ്മൾ മലയാളികൾ ഒരുമിച്ചെന്ന കാരണം പോരാടി നമ്മൾ ജയിച്ചു. അവിടെ നമ്മൾ ഒരുമിച്ച് പോരാടി ജയിച്ചതാ. അപ്പൊ ഇത് മഹലിന്റെ എല്ലാ മഹലിന്റെ തീരുമാനം തന്നെയാണ്. ആ ദുരന്തത്തിനെക്കാട്ടി വലിയൊരു ദുരന്തം വരാൻ പോകുന്നത്. നമ്മളെല്ലാരും ഇതിനെ എതിർക്കണവരുണ്ട്. ഇപ്പൊ ഞങ്ങളിപ്പോ ഈ കമ്മിറ്റി ഇവിടെ നമ്മളെ മഹലിലെ പല വീടുകളിലും കയറി ഇറങ്ങി. അപ്പൊ നിങ്ങൾ എന്താ തീരുമാനം, നിങ്ങൾ മുമ്പെടുത്ത തീരുമാനം നടപ്പിലാക്കിയ ഇങ്ങനെയൊക്കെ ചോദിച്ച എതിർക്കാൻ ആൾക്കാരുണ്ടാവും. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മളെ കുട്ടികള് ലഹരിയിൽ നിന്ന് മുക്തിയായി പോരണം. അതിന് നമ്മൾ ഒന്നിക്കണം. ആ കാര്യത്തിന് നമ്മൾ ഒന്നിച്ചില്ലേ പിന്നെ നമ്മളെ ഒന്നിക്കഴിഞ്ഞ് നമ്മൾ ഉണ്ടാവൂല. അവിടുത്തെ കാര്യങ്ങൾ സ്ത്രീകൾ അല്ല, വീട്ടമ്മമാരെ കുടിത്ത ഉമ്മമാരെ പറഞ്ഞു കൊടുക്കേണ്ടത്. തള്ളാർക്കാണ് പ്രധാന റോൾ ഉണ്ടായില്ല. അവര് വരുമ്പോ അവരെ ബാഗില് ധൈര്യമായിട്ട് തുറന്ന് പരിശോധിക്കുക എന്താണ് ബാഗിലുള്ളത്, ഇന്ന് എവിടെയൊക്കെ പോയി, ആരേനൊക്കെ ആയിട്ടാണെന്ന് സംസാരിച്ചത് ഉള്ളത്. നമ്മളെ കുട്ടികളോട് നമ്മളല്ലാണ്ട് പിന്നെ ആരാത് ചോദിക്കുക? അപ്പൊ അത് നിങ്ങൾ ചോദിക്കണം. സ്ത്രീകൾ അതിന് മുൻകൈ എടുക്കണം. അപ്പൊ ആണുങ്ങൾക്ക് എല്ലാത്തിലും കൊണ്ട് ഇടപെടാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പൊ എന്റെ മാപ്പിള അവിടെ ഇല്ലല്ലോ. അപ്പൊ അതാ പറയുന്നത്. അപ്പൊ അവർക്ക് കണ്ണെത്തിക്കൊള്ളണമെന്നില്ല. അപ്പൊ നിങ്ങൾ വീട്ടിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ഒരു ബാഗ് പരിശോധിക്കണം. എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താ? അതെ. പിന്നെ അതല്ല, നമ്മളെ പെണ്ണുങ്ങൾക്ക് വേറെ ധാരണ ഉണ്ട്. ഇന്റെ കുട്ടി അതിലില്ല. അപ്പൊ ആ ഒരു ചിന്തയെ ശരിയല്ല. നമ്മളെ കുട്ടികൾ മക്കൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാണ്. ഞങ്ങൾ ഉമ്മമാര് ഓലെ കാര്യങ്ങൾ നോക്കിയിട്ട് വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കണവരാണ്. ഞങ്ങൾക്ക് ഓലെ കണ്ണെത്താൻ പറ്റണില്ല. ഓലെ വാപ്പാരാണെങ്കിൽ ഞങ്ങളുടെ സുഖ സൗകര്യത്തിന് വേണ്ടിട്ട് അന്യ നാട്ടിൽ പോയി കഷ്ടപ്പെടുകയാണ്. പക്ഷെ എന്താ ചെയ്യാ, ഞങ്ങള് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാ, ഞാൻ എന്റെ കുട്ടി പറഞ്ഞ് വിശ്വസിച്ചു പോയി. പിന്നെ എന്താന്ന് വെച്ചാല് ഇപ്പൊ തെളിഞ്ഞു ഞാൻ എന്റെ മോനെ നല്ലതും പറയണില്ല, എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നൊക്കെ അറിയുകയും ചെയ്യാം. ഞാൻ എന്റെ മോനെ ഒരുപാട് വിശ്വസിച്ചു. മാത്രല്ല ഈ നമ്മളെ വീട്ടിൽ അങ്ങനൊന്നും കാണാറുമില്ല. പിന്നെ നിങ്ങളിപ്പൊ പറഞ്ഞ മാതിരി ഞാൻ എന്റെ കുട്ടിയുടെ ബാഗൊന്നും പരിശോധിച്ചില്ല. ഇൻഷാ അല്ലാ ഇനി ഞാൻ എന്റെ മോന്റെ ബാഗ് ഒരു 4 ദിവസം കൂടുമ്പോ എന്തായാലും ഞങ്ങൾക്കൊക്കെ മക്കളുള്ളവരാണ്. ഉസ്താദ് മാത്രമേ കാര്യമുള്ളൂ. ഞങ്ങൾക്കൊക്കെ മക്കളുള്ളവരാണ്. ഞങ്ങൾക്കറിയാം വിഷമം എന്താണെന്നറിയാം. ഇടപെടൽ പരിചയമുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? എന്റെ മാപ്പിള സിദ്ദീഖ് വിളിച്ച് കരയാ വിളിച്ചിട്ട് ഫോണിൽ. അപ്പൊ അങ്ങനെ ഒരു കരച്ചിൽ ഇനി നമ്മളെ കുടുംബത്തിൽ ഉണ്ടാവരുത്. അതിന് നിങ്ങൾ വീട്ടുകാര് അത് ശ്രദ്ധിക്കണം. ഞാൻ പേടിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് ഒരു മരിപ്പുണ്ടെങ്കിൽ തന്നെ മയ്യത്തടക്കം പള്ളിക്ക് കൊണ്ടുവരണ്ടെന്നാണ് തീരുമാനം. അത് പറഞ്ഞിട്ട് നമുക്കതിന് ഈ മയക്കമരുന്ന് നമുക്ക് പോരാടാൻ പറ്റും നോക്കി. നമ്മൾ ഒരു കത്ത് കിട്ടൂല, ഒന്നും കിട്ടൂല.
അതൊക്കെ മഹലിന്റെ തീരുമാനം അല്ല ഇന്റെ സെക്രട്ടറി തീരുമാനമല്ല. നിങ്ങൾ മാത്രല്ല നിങ്ങൾ തൊട്ട വീടുകളിലൊക്കെ അത് പറഞ്ഞ് പ്രചരിപ്പിക്കണം, ഇവിടെ എല്ലാരും ബോധവൽക്കരിക്കണം, അത് നമ്മളെ ഉത്തരവാദിത്തമാണ്. അതെ, ഒന്നിച്ച് നിക്കണം ഈ കാര്യത്തിൽ. നമ്മൾ ഒന്നിച്ച് നിക്കണം. നാടിന്റെ നന്മക്ക നല്ല നാണയക്ക. ഇതിപ്പോ ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് പറയണ പോലെ നമ്മളെ കുടുംബാവട്ടെ നമ്മുടെ ലഹരി, അതെ, അല്ലാത്ത ലഹരി നമുക്ക് വേണ്ട. നമ്മളെ കുടുംബം തന്നെയല്ലേ ലഹരി, അതിലപ്പുറം ലഹരിയാ കൂട്ടരെ. ഇപ്പൊ ഉസ്താദ് വേറെ എന്തെങ്കിലും കൂടുതൽ പറയാണ്ടെങ്കിൽ ഒന്നും കൂടി അല്ല പറഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ പറയാനുള്ളത്, ഇതന്നെ പറയാനുള്ളത്. കുടുംബമാണ് ലഹരി, അതിനേക്കാളും വലിയൊരു ലഹരി ഇല്ല. പിന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി, നമ്മളെ മദ്രസയിൽ നിന്നുള്ള പഠനം ചില്ലറ പഠനാപ്പത്. ധാർമ്മികമായിട്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണ്. പക്ഷെ നമ്മളെ മക്കളെ എടുക്കാൻ പോണത്. അപ്പൊ അതിന് വലിയ പങ്ക് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പറഞ്ഞു നിർത്തണം മക്കളെ. മക്കളൊപ്പം നിൽക്കണം. ലഹരി അപകടമാണ്, ലഹള അപകടമാണെന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങളാണ് കുട്ടികളെ പ്രഥമ അധ്യാപകര്. ആ ബോധം കൂടി നിങ്ങൾക്ക് ഉണ്ടാവണം. അതായത് ഉസ്താദ് പറഞ്ഞതിൽ വേറെ കാര്യം, ഇത്രയും ധാർമ്മികമായിട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു കൊടുത്ത് മദ്രസ പഠിപ്പിച്ചിട്ടും നമ്മളെ കുട്ടികൾ വഴിതെറ്റി പോവുക. എന്നാ മറ്റു പല മതങ്ങളിലും കുട്ടികൾക്ക് അങ്ങനെ ഒരു വിദ്യാഭ്യാസം ചെറുപ്പം മുതൽ ഇല്ലാതെ ഒരു കുഴപ്പമില്ലാത്ത മക്കൾ. കുടുംബങ്ങളിലാണ് ഏതൊരു കേസ് പത്രം എടുത്താലും ഒരു ജബ്ബാറോ ജാബറോ ജബീറോ അതിനകത്ത് ഉണ്ടാവും. നമ്മുടെ മക്കള് അതെ അതെ, അപ്പൊ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ പാടില്ലാത്തവരല്ലേ. അതെ, നമ്മൾ അത്രമാതിരി കർശനമായി പഠിപ്പിക്കേണ്ട 1ാം ക്ലാസ് ഇങ്ങനെ പഠിപ്പിക്കുന്ന മക്കളാണ്. നമ്മൾ എവിടുക്കാണ് നമ്മളെ കുട്ടികൾ പോകുന്നത് നമ്മൾ അറിയണം. നമ്മൾ ഓലൊപ്പം ഉണ്ടാവണം. അങ്ങനെ ആയിക്കോട്ടെ. നോമ്പറക്കെ എനിക്കുള്ളാണ്ട് എത്തും. എനിക്കുള്ളാണ്ട് എത്തിക്കോളും. ശരി ട്ടോ, സിദ്ദീഖിനോട് പറഞ്ഞാൽ അതെ, പ്രത്യേകം പറയട്ടാ. പിന്നെ CI ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, കുട്ടീനെ ഇപ്പൊ പിടിച്ചാ കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റൂല. ഇപ്പൊ അടക്കി ആയിട്ടുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ കവുങ്ങാവും, അപ്പൊ നമുക്ക് മടിയിൽ വെക്കാൻ പറ്റൂല. അത് CI പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓരോ മുടിയൊക്കെ വെട്ടാൻ പറയാൻ പറഞ്ഞോട്ടെ. എന്താ പോലെ മുടിയൊക്കെ ഒരു കോലം ഒരു ഈമാനി നടക്കാൻ പറയും. മക്കൾ ഇതൊക്കെ കണ്ടും കേട്ട് പഠിക്കണ്ടല്ലേ. നമ്മൾ പറയാതെ പറയണ്ടെങ്കിൽ നമ്മൾ നിസ്കാരം കണ്ടുപോരാ ഉസ്താദ്.